മിനിറ്റ് പോലും ഒരു നേർക്ക് നിന്നിട്ടില്ല. ഇപ്പം ഒരടുത്ത കാലത്തായിട്ട് ഇപ്പൊ ഇത് ചെയ്തതിന് ശേഷമാണ് എണീറ്റ് നിന്നത്. ഒരു ഭക്ഷണം കഴിക്കാനാവട്ടെ, ഒരു കുളിക്കാനാവട്ടെ, എത്രയോ തവണ കുളിക്കാൻ കുളിമുറി കയറിയിട്ട് തിരിച്ചു വന്നിട്ട് കിടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ കരയോ ചെയ്യാ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എൻ്റെ പേര് പ്രസന്ന, സ്ഥലം കൊയ്യാണ്, മയ്യിൽ കൊയ്യ് എന്ന് പറയും. എനിക്ക് നടുവേദന വന്നിട്ട് 3-4 വർഷമായി. അതിപ്പോൾ ഒരു മാസം കൊണ്ട് കാലിന് വേദന വന്നു, തരിപ്പ് വന്നു. ഒരുപാട് സ്ഥലത്ത് കാണിച്ചു, ഒന്നും മാറ്റമില്ല. ഒരാഴ്ച മുന്നേ 10 ദിവസം മുന്നേ ഇവിടെ വന്ന് കാണിച്ച് സാറ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് സർജറി ചെയ്തു. നല്ല മാറ്റമാണ്. 4 വർഷമായിട്ട് തുടങ്ങിയ നടുവേദനയായത്. അതിലിപ്പോൾ ഒരു മാസമായിട്ട് തീരെ ആവാതെയായി. കാലുപോലും എടുത്ത് നടക്കാൻ പറ്റാണ്ട്, നടുവിൻ്റെ വേദന മാറി മാറി കാലിനെത്തി. കാലിൽ നിന്നിപ്പം നടക്കാൻ പോലും പറ്റായിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഒന്നും ഒരു കുറവുമില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു, പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് തന്നെ. ഇപ്പം എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കാണിച്ചത്. പിന്നെ കണ്ണൂർ BMH ഹോസ്പിറ്റലിലെ സ്പൈൻ സർജൻ ഡോക്ടറാണ് ഇത് ചെയ്തത്. നല്ല മാറ്റം. സർജറി കഴിഞ്ഞു, ഇന്നേക്ക് 10 ദിവസമായി. ഇന്നിപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വന്നതാണ്. പിന്നെ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഇനി എന്ത് ഈ സാറെ കണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഞങ്ങൾക്ക് അനുഭവിച്ച് അറിഞ്ഞൊരു ഡോക്ടറായത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്നേക്ക് 10 ദിവസം കൊണ്ട് തന്നെ ആള് നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 4 വർഷത്തോളമായി ഈ നടുവിനാണ് വേദന വന്നത്. അത് ചെറുങ്ങനെ ആദ്യം വന്നു, അത് കൂടി വന്ന് സഹിക്കാൻ പറ്റാതൊരു വേദന വന്നു. അങ്ങനെയാണ് പിന്നെ കാലിന് വന്നു. കാലിന് വന്നതിന് ശേഷമാണ് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. ഇത് കാലിനേക്കാണ് ഇറങ്ങി വന്നത്, നടുവിൻ്റെ കംപ്ലീറ്റ് പോയി വേദന. പിന്നെ ഈ ഒരു കാല് വീണ പോലെയാണ്, ഒരു പൊടി കുത്തിക്കൂടാ നിലത്ത്. അത് ഇപ്പോഴത്തെ ഇത് പറഞ്ഞാൽ ഇത് ചെയ്തത് കൊണ്ടൊരു നല്ല ഗുണം കിട്ടി. എന്തോ നല്ല സമയത്തില്ലേ ഇപ്പം ഇതന്നെ ഇതായിട്ട് കിടപ്പിൽ തന്നെ ആയിപ്പോയി. സാറ് പറഞ്ഞു കൊടുത്ത് ഇത് നിങ്ങൾ കാണിച്ച് ചെയ്യേണ്ട സമയം തന്നെ കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. ഇത്രയായിട്ടും ആ സാറ് എന്നിട്ടും നോക്കിയിട്ട് എൻ്റെ നല്ല നേർക്കാക്കി തന്നു.